ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് വിക്ടേഴ്സ് ഓൺലൈൻ ക്ലാസ്സിൽ നടന്ന 7th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നൽകിയ വർക്ക്ഷീറ്റിൻ്റെ ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലാക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് ആക്ടിവിറ്റി, ഇമാജിൻ യു ആർ ഗോയിങ് ഓൺ എ നാച്ചർ വാക്ക് വിത്ത് യുവർ ടീച്ചർ. How would that experience be? List them below in appropriate columns. Imagine you are going on a nature walk with your teacher. നിങ്ങളുടെ ടീച്ചറോടൊപ്പം നിങ്ങൾ ഒരു നാച്ചർ വാക്കിന് പോവുകയാണെന്ന് സങ്കല്പിക്കുക. How would that experience be? നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? List them below in appropriate columns. താഴെ നൽകിയിട്ടുള്ള കോളംസിൽ അനുയോജ്യമായവ ലിസ്റ്റ് ചെയ്യുക. 3 കോളംസ് ആണുള്ളത്. ഐ കുഡ് സി, ഐ കുഡ് ഹിയർ, ഐ കുഡ് സെൻസ്. ഫസ്റ്റ് കോളം ഐ കുഡ് സി, നാച്ചർ വാക്കിൽ കാണാവുന്നത്. ബിഗ് ട്രീസ്, വൈൽഡ് ആനിമൽസ്, ബ്യൂട്ടിഫുൾ ബേർഡ്സ്, ഹണി കോംസ്, ഗ്രാസ് ലാൻഡ്സ്. സെക്കൻഡ് വൺ ഐ കുഡ് ഹിയർ, നാച്ചർ വാക്കിൽ കേൾക്കാവുന്നത്. ദ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്, സൗണ്ട് ഓഫ് വാട്ടർഫാൾ, ഹമ്മിങ് ഓഫ് ബീസ്, ഫ്രൈറ്റനിങ് എക്കോ, gibbering of monkeys. Third one, I could sense, natural വാക്കിൽ അനുഭവിക്കാവുന്നത്. The fragrance of flowers, smell of wet leaves, fresh air, frightening silence, coolness of fresh water. Now write in a paragraph what you would see or hear or sense in a forest. ഒരു കാട്ടിൽ നിങ്ങൾ കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധ്യതയുള്ളവയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. ആൻസർ: വെൻ ഐ എൻറ്റർ എ ഫോറസ്റ്റ്, ദ ഫസ്റ്റ് തിങ് ഐ സ്മെൽ ഈസ് ദ ഡാംപ് എർത്ത് കമ്പൈൻഡ് വിത്ത് ഓൾഡ് ഫാളൻ ലീവ്സ്. വി ക്യാൻ സീ എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ്. ദ ഫോറസ്റ്റ് സൗണ്ട്സ് ദാറ്റ് we collected piece by piece comprises the sounds of bubbling brooks, remote and close sounds of chirping birds, buzzing insects and croaking frogs. Second activity, describe your fine features. ഇത് നിങ്ങളെക്കുറിച്ച് തന്നെ വിവരിക്കാനുള്ളതാണ്. നിങ്ങളുടെ അപ്പിയറൻസ് വെച്ച് എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, the boy notices a few placards and posters with slogans written by lovers of nature. Read the slogans. Save trees, save water. Save trees, help us breathe. ഒരു കുട്ടി ചില പ്ലക്കാർഡ്സും പോസ്റ്റേഴ്സും കാണുകയാണ്. അതിൽ പ്രകൃതി സ്നേഹികൾ എഴുതിയ സ്ലോഗൻസ് ആണുള്ളത്. അതാണ് Save trees, save water. Save trees, help us breathe. Now write 2 other slogans on the need to conserve nature. പ്രകൃതി സംരക്ഷണം എന്ന വിഷയത്തിൽ 2 സ്ലോഗൻസ് എഴുതുക. ആൻസർ: ചേഞ്ച് യുവർ സെൽഫ്, നോട്ട് ദ നേച്ചർ. കീപ് കാം ആൻഡ് ഗോ ഗ്രീൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി, what do you see in this poster? Write in the boxes given below. ഇവിടെ നൽകിയിട്ടുള്ള പോസ്റ്ററിൽ എന്താണ് കാണുന്നത്? താഴെ നൽകിയിട്ടുള്ള ബോക്സസിൽ എഴുതുക. ആൻസർ: ടൈറ്റിൽ ലെൻഡിങ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. ഇലസ്ട്രേഷൻ: എ ബോയ് ഓൺ എ ട്രീ, എ ഗേൾ ഹഗിങ് എ ട്രീ, സം ട്രീസ് ആർ കട്ട് ഡൗൺ ആൻഡ് ആൻ എഗ്സ്. സ്ലോഗൻ: Stop deforestation, save nature. Instruction: do not cut trees. Message: no trees, no man. Next activity, write the main points of the story. ഇന്ന് ക്ലാസ്സിലെടുത്ത സ്റ്റോറിയുടെ മെയിൻ പോയിന്റ്സ് എഴുതുക. The boy never gives up on his goal of reaching the river. Though he tires and struggles on his journey, he remains determined to reach the river. He was well focused on his goal. Nothing else matters.
This may be important as it suggests that the young boy has drive along with determination. He does not give up when the young girl tells him that the river is 20 miles away. He remains, as he always does throughout the story, focused on his destination. This story conveys that nothing is impossible. Find out some difficult words and their meanings. ഡിഫിക്കൽട്ട് വേർഡ്സ് കണ്ടെത്തി അവയുടെ മീനിങ് എഴുതുക. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ എഴുതാവുന്നതാണ്.